നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പാലക്കാടൻ വേപ്പിലക്കട്ടിയാണ്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ പാലക്കാടൻ വേപ്പിലക്കട്ടിയാണ്. അതിന് വേണ്ടത് വടുകപ്പുളി നാരങ്ങയുടെ ഇല അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഇല, കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ്. ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ ഗ്യാസിനകത്ത് വയ്ക്കാം. പാൻ ചൂടായി വരട്ടെ. നാരങ്ങയുടെ ഇല എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇതേപോലുള്ള ഒരു നാരുകളുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് വേണം ഇല ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ വടുകപ്പുളി നാരങ്ങയുടെ ഇലകൾ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഇലകൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് നല്ല മണമാണ്. നാരങ്ങയുടെ ഇല നമ്മൾ സംഭാരം ഉണ്ടാക്കാൻ വേനൽക്കാലത്ത് ഇതിന് നല്ല ഉപയോഗങ്ങളാണ്. കാരണം കാന്താരിയും നാരങ്ങയുടെ ഇലയും കൂടെ ചതച്ചിട്ടിട്ടുള്ള മോര് സംഭാരം ഉണ്ടാക്കാൻ ഏറ്റവും ഈസിയാണ്. അപ്പോൾ വേപ്പിലക്കട്ടിക്ക് നല്ല രുചിയും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നാരങ്ങയുടെ ഇല ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഉണക്കല പൊട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉണക്കല ഇളക്കുന്നത് പോലെയുള്ള ഒരു സൗണ്ട് വരും. അതുവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് കുറച്ച് ഉഴുന്ന്, ഒരു 2 സ്പൂണ് തുവരപ്പരിപ്പ്, ഒരു 8 വറ്റൽമുളകും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ ഇലകളെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഇലകൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ധാന്യങ്ങൾ, പുളി ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വേപ്പിലക്കട്ടി പൊടി എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാം. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഉരുളയാക്കി ഉരുട്ടിയെടുക്കാനും സാധിക്കും. ഇതിലേക്ക് നല്ലെണ്ണ ചൂടാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് വേപ്പിലക്കട്ടി തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്.